കൃഷിയിടത്തിനും വീടിന്റെ പിന്നാമ്പുറത്തും പതിയിരിക്കുന്ന വന്യമൃഗങ്ങളുടെ ചിഹ്നം വിളിയും അലർച്ചകളെയും ഭയന്ന് മലയോര ഗ്രാമങ്ങളിലെ ജനജീവിതം ഇപ്പോൾ വീടിന്റെ 4 ഭിത്തിച്ചുമരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. ആനയും കടുവയുമൊക്കെ വെറി തീർത്തുകൊണ്ട് കൊന്നൊടുക്കിയ തോമസിന്റെയും പ്രജീഷിന്റെയും അജിയുടെയും ദാരുണമായ മരണങ്ങളുടെ നടുക്കം വിട്ടുമാറുന്നതിനു മുൻപേ ഫോറസ്റ്റ് വാച്ചറായ പോളും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ അനങ്ങാപ്പാറ നയം തുടരുന്ന സർക്കാരുകൾ മൃഗാധിപത്യത്തിനാണ് കളമൊരുക്കുന്നത്. ലോകത്തെല്ലായിടത്തും പെറ്റുപെരുകുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനം നിയമാനുസൃതമായ ഹണ്ടിംഗ് ആണ്. സർക്കാർ നടത്തുന്ന പരിശീലനത്തിൽ വിജയിച്ച് ലൈസൻസ് നേടുന്നവർ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിലൂടെ മൃഗപ്പെരുപ്പം നിയന്ത്രിച്ച് അവ മനുഷ്യജീവനും വളർത്തുമൃഗങ്ങൾക്കും ഭീഷണിയാകാതെ സംരക്ഷിക്കുന്ന സാർവത്രികമായ രീതികൾക്ക് കടകവിരുദ്ധമായി ഇന്ത്യയിൽ, വിശേഷിച്ച് കേരളത്തിൽ, മൃഗക്കലിയിൽ മനുഷ്യൻ ദാരുണമായി ഒടുങ്ങിത്തീരുകയാണ്. മൃഗങ്ങൾ കാടുവിട്ട് വീട്ടിൽ പോലും കയറി വന്ന് മനുഷ്യനെ തീർക്കുമ്പോൾ അതൊന്നും ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ ആരും ഇല്ലാതിരിക്കുന്ന ഭയാനകമായ അവസ്ഥയാണ്. ഒരു പേ പിടിച്ച പട്ടിയെ കൊന്നാൽ പോലും മന്ത്രിമാരും സെലിബ്രിറ്റികളും സോഷ്യൽ ഫിഗറുകളും കൊണ്ടിളകി അണിനിരക്കുന്ന തലതിരിഞ്ഞ നാടായി ഈ നാട് അധപ്പതിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ദേശീയ മൃഗമായ കങ്കാരുവിനെ പോലും കൊന്ന് മൃഗസംഖ്യ നിയന്ത്രിക്കുന്ന ഓസ്ട്രേലിയയും അതേ രീതികൾ പിന്തുടരുന്ന അമേരിക്കയും കാനഡയുമൊക്കെ തങ്ങളുടെ പെരുകുന്ന മൃഗസമ്പത്തുകളിൽ മിക്കതിനെയും ഒരു സീസണിലേക്ക് വേട്ടയാടാൻ അനുവദിക്കുന്നുണ്ട്. ചൈനയും ഇന്തോനേഷ്യയും തായ്വാനും കൊറിയയുമൊക്കെയാണെങ്കിൽ എല്ലാ ജീവികളെയും കൊന്ന് കറിയാക്കി ഇലയിൽ വിളമ്പുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പേ ഇളകിയ പട്ടിയെയും വെറിയിളകിയ മൃഗങ്ങളെയും സംരക്ഷിച്ച് മനുഷ്യനെ കൊല്ലാൻ കോടികൾ ചെലവിടുന്ന ഇവിടുത്തെ നിയമങ്ങൾ ഉടൻ പൊളിച്ചെഴുതുക തന്നെ വേണം. സ്വന്തം വീട്ടിൽ കയറി വേണ്ടപ്പെട്ടവരെ കടിച്ച് കുടയുന്നതുവരെയേ കാണൂ ചില വിവരദോഷികളുടെ കാട്ടാനപ്രേമവും കടുവാപ്രേമവുമൊക്കെ എന്നതല്ലേ സത്യം. ഉപജീവനത്തിന് മലയോര കർഷകന് കൃഷി കൂടിയേ തീരൂ. എന്നാൽ പ്രാണഭയം കൊണ്ട് അങ്ങോട്ട് ഒന്ന് ഇറങ്ങാൻ പോലും ആകാത്തത് ദയനീയമല്ലേ? കൊലപാതകം ചെയ്യുന്ന മനുഷ്യനെ തൂക്കിലേറ്റുന്നത് പോലെ വനം വിട്ട് നാട്ടിലിറങ്ങുന്ന കൊലപാതകികളായ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുകയും നഷ്ടങ്ങൾക്ക് ന്യായമായ പരിഹാരം നൽകുകയും വീണ്ടും ആരെയും കൊല്ലാതിരിക്കാനുള്ള നടപടികൾ കർശനമാക്കുകയുമാണ് വേണ്ടത്. കാർബൺ ഫണ്ട് പോക്കറ്റിലിട്ട് കോർപ്പറേറ്റുകളിൽ നിന്നും വാക്സിൻ മെഡിക്കൽ മാഫിയകളിൽ നിന്നും ശവപ്പെട്ടി കച്ചവടക്കാരിൽ നിന്നുപോലും കോടികൾ കോഴ വാങ്ങിയാണ് അശാസ്ത്രീയമായ വനനിയമവും പൊക്കിപ്പിടിച്ച് സർക്കാരുകൾ മൃഗാധിപത്യത്തിന് കളമൊരുക്കുന്നതെന്ന് ആരോപണമുയരുമ്പോൾ അതല്ലെന്ന് തെളിയിക്കേണ്ടത് ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കിയല്ല ചെയ്യേണ്ടത്, ആർജവത്തോടെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വെളുക്കെ ചിരിച്ച് കയ്യും കൂപ്പി വോട്ട് ചോദിച്ചു വരുന്നവർ അധികം വൈകാതെ കാട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിലെ കർഷകർ. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയിട്ട് മതി വന്യജീവി സംരക്ഷണം.